ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ ശ്രുതിനെയും ചന്ദ്രനെയാണ് കാണിക്കുക. അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്, നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 3 കോടി രൂപയെങ്കിലും കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയാം, 3 കോടിയോ? 3 കോടിയൊന്നും അല്ല, എന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ 300 കോടി രൂപയുണ്ടെന്ന്. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര അന്തം വിട്ടു കുന്തം പോലെ നിൽക്കാണ്. 300 കോടിയോ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങ് ഈ സ്പ്രിങ് ഇട്ട ലൈറ്റ് മറ്റേ ബൾബ് പോലെ ഇങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ട്. അപ്പൊ ഇത് കണ്ടത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ഓ എന്താ ഇത്, എന്റെ ദൈവമേ, പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ തളക്ക് പ്രാന്ത് പിടിച്ച് കിടക്ക. ഏതായാലും രക്ഷപ്പെട്ട് ഞാൻ. ഏതായാലും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് നന്നായി എന്ന് പറഞ്ഞു. ഏതായാലും പറഞ്ഞില്ല, മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര ഇങ്ങനെയുണ്ടല്ലോ, 300 കോടിയുടെ കാര്യം ഓർത്തോണ്ട് സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി 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 വരിക. ഇത് കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രന് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി, ഇവളുടെ തലയ്ക്ക് വല്ല അടിയും കിട്ടുക, ഇവളെന്താ ഇങ്ങനെ നടക്കുന്നത്? എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഒന്നും കാണുന്നില്ല കേട്ടോ. ചന്ദ്രയാണെങ്കിൽ 300 കോടി എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ നടക്കാം. അപ്പൊ രവീന്ദ്രൻ ചന്ദ്ര നിനക്ക് എന്താ ചന്ദ്ര പറ്റിയത്? ചന്ദ്ര എന്ന് വിളിക്കുകയാണ്. എവിടെ നിന്ന് ചന്ദ്ര ഇത് വല്ലോ അറിയുന്നു? ചന്ദ്ര ഇതൊന്നും അറിയുന്നില്ല. ചന്ദ്രൻ മുളങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രേ എന്ന് ഒറ്റ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് ചിരി. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താടി ഇത്, നീ എന്തിനാ വാ തുറന്ന് വെച്ചിട്ടിരിക്കുന്നത്? അയ്യോ രവിയേട്ടാ, ശ്രുതിയുടെ അച്ഛന്റെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ അക്കൗണ്ടില് 300 കോടി രൂപയുണ്ട്. 300 കോടി രൂപ. ഓ, അത് നീ സ്വപ്നം കണ്ടതാ? അല്ലെന്നേ, ശ്രുതി എന്നോട് പറഞ്ഞതാ 300 കോടി രൂപയുണ്ടെന്ന്. ഓ, അപ്പൊ അത് കേട്ടപ്പോഴാണല്ലേ നിന്റെ വാ ഇങ്ങനെ പിളർന്നു പോയത്. പിന്നെ വാ പിളർന്നു പോവില്ലേ? ആ പണമൊക്കെ ഒരു നാള് എന്റെ മകൻ ശ്രുതിയുടെ കയ്യിലേക്ക് ഒഴുകി 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 ഇങ്ങനെ വരും. പിന്നെ ആരാ ഞാൻ? കോടീശ്വരി. അദ്ദേഹം സമ്പാദിച്ച കാശല്ലേ, അത് നിന്റെ മോന്റെ കയ്യിൽ എങ്ങനെയാ എത്തുന്നത്? ചുമ്മാ സ്വപ്നം കാണല്ലേ എന്റെ പൊന്നു ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കാലശേഷം ഈ 300 കോടിയുടെ അവകാശി ആരാ? ശ്രുതി തന്നെയാ. ശ്രുതിയുടെ കൈകളിൽ എത്തിയാല് അവിടെ നിന്നത് ശ്രുതിയുടെ കയ്യിൽ എത്തില്ലേ? പിന്നെ എന്റെ മോൻ കോടീശ്വരനാവില്ലേ? 1ഉം 2ഉം അല്ല, 300 കോടി 300 കോടി 300 കോടി. അയ്യോ, ഓർക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എനിക്ക് കുളിര് കോരുവാ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ പൊന്നു രവിയേട്ടാ. അല്ല, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് തലകുത്തി മറിയൊന്നും വേണ്ട ചന്ദ്രേ. ഈ പണമൊക്കെ നമ്പറുകൾ മാത്രം. ഈ നമ്പറുകൾക്ക് ഒരു അവസാനമുണ്ട്. പണമാണ് ജീവിതത്തിൽ സന്തോഷം തരുന്നതെന്ന് കരുതിയാലേ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴും ഈ പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ജീവിക്കാൻ മറന്നുപോകും. അതുകൊണ്ട് ജീവിക്കണമെങ്കിൽ പണം 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 എന്ന കാര്യം വിടുക. എല്ലാത്തിലും വലുത് പണമാന്നുള്ള കാര്യമേ വിട്. പണമില്ലെങ്കിലും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനൊക്കെ കഴിയും. അതെങ്ങനെയാണെന്ന് നീ ആദ്യം പഠിക്കുക. അല്ലാതെ ഏത് നേരവും പണം പണം പണം. ആരുടെയോ തോട്ടത്തിൽ പൂച്ചെടി വിരിഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പടക്കം പൊട്ടിക്കുന്നു. എന്താ ചന്ദ്ര, കഷ്ടമുണ്ട് ചന്ദ്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 0 ബാലൻസാ. അസൂയ കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. എങ്കിലും എന്റെ മോൻ ശ്രുതി കോടീശ്വരനാകാൻ പോവാണല്ലോ. എന്റെ പൊന്നു ഭഗവാനെ, ദൈവം എനിക്ക് കൊണ്ടുതന്ന മരുമകളാണ് ശ്രുതി. ഞാൻ എന്താ എന്റെ ദൈവമേ ചെയ്യേണ്ടത്? ശ്രുതിയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണേ. എന്റെ ദൈവമേ, എനിക്കാണ് കൊതിയായി. എന്റെ മകൻ കോടീശ്വരനാകാൻ പോവാ. 300 കോടി 300 കോടി. ഈ 300 കോടി എന്റെ കൈ കിട്ടിയ ഞാൻ അടിച്ചു പൊളിക്കും. ശ്രുതി ഈ വീട്ടിലെ പൊന്മുട്ട ഇടുന്ന താറാവാ. അവളെ തലയിലും നിലത്തും വെക്കാതെ കൊണ്ടു നടക്കണം. അത് ഉറപ്പാ. അവളെ മുറിച്ചങ്ങനെ പെട്ടെന്ന് പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് സന്തോഷിക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്റണീനെയാണ്. അപ്പൊ ആന്റണി ആരെയോ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവനെ ഞാൻ വെറുതെ വിടില്ല, ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്നൊക്കെ. അപ്പോഴത്തേക്കാണ് ആ സ്പോട്ടില് നമ്മുടെ മീരയും ശ്രുതിയും കൂടെ വരുന്നത്. വന്ന ഉടനെ തന്നെ നമ്മുടെ ആന്റണി പറയാണ്, ആ വീഡിയോ എന്റെ ഫോണിലേക്ക് അയക്കുക ശ്രുതി. അയ്യോ, അത് പിന്നെ ആന്റണി, സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതെന്തു പറ്റി? അവസരം കിട്ടിയില്ലേ? അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടമാണ്. അവസരം കിട്ടിയില്ല. പാസ്വേഡ് അറിയോ? പാസ്വേഡ് ഒക്കെ അറിയാം. അതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. പിന്നെ എന്താ പറ്റിയത്? ട്രൈ ചെയ്തില്ലേ? ട്രൈ ചെയ്തു ആന്റണി, പക്ഷെ നടന്നില്ലെന്നേ. ആന്റണി പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് തന്റെ ഫോണിലേക്ക് അയച്ചോളാം. പക്ഷെ താൻ ഒരു കാര്യം ചെയ്യണം. ആ നവീൻ ദാസിന്റെ ടോർച്ചറിങ് കൂടി കൂടി വരിക. അവൻ മീരയുടെ വീടിനടുത്ത് ചെന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എന്നെ വിരട്ടുക. ഇനി എന്റെ വീട്ടിൽ വരുമോ എന്നുള്ള പേടിയാ എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയുക, പ്ലീസ്
എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശ്രുതി, അവന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ആദ്യം ഞാൻ പറയുന്നത് നീ ചെയ്യും. ആ വീഡിയോ എന്റെ കൈ കിട്ടിയതിന് ശേഷം നവീൻ ദാസിന്റെ കാര്യം ഞാൻ നോക്കാം. അയ്യോ, ഞാൻ എന്തായാലും ആ വീഡിയോ നിനക്ക് എടുത്തു തരും. നവീൻ ദാസിന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നം. ആന്റണി, പ്ലീസ് ആന്റണി. അതെന്തായാലും നടക്കില്ല. വീഡിയോ എന്റെ കൈ കിട്ടണം. വീഡിയോ ആദ്യം നീ എന്റെ കയ്യിലെടുത്തയക്ക്. ആദ്യം ഞാൻ നവീൻ ദാസിന് തൂക്കാന്നേ. ആദ്യം വീഡിയോ കിട്ടട്ടെ. ആ, ഏതായാലും ഓക്കെ, എനിക്ക് ഒരു ദിവസം കൂടി സമയം എന്താ, ഞാൻ ആ വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് തന്നോളാം. എങ്ങനെ എടുക്കാനാ പ്ലാനും പദ്ധതിയൊക്കെ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആന്റണി അതൊന്നും തൽക്കാലം അറിയണ്ട. പിന്നെ അവന് ബോധമുള്ളപ്പം ആ വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് എടുക്കാനായിട്ട് എനിക്ക് കഴിയില്ല. കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ അവന്. ആ വഴിക്കൊന്നും ഞാൻ നോക്കാം. ആ വഴിക്ക് നോക്ക്, അത് ചിലപ്പോ നല്ലതായിരിക്കും. ഏതായാലും ശ്രുതി ഇപ്പൊ ചെല്ലാൻ നോക്ക്, എന്നിട്ട് വീഡിയോ ആയിട്ട് തിരിച്ചു വാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ മീരേനെ ആന്റണി അവിടുന്ന് പറഞ്ഞു വിടാം. ഏതായാലും ഈ വീഡിയോ കിട്ടാതെ നമ്മുടെ ആന്റണി അടങ്ങില്ല. ഏതായാലും ശ്രുതി ഈ വീഡിയോ എടുക്കാതെ അടങ്ങത്തില്ല. ഇല്ലെങ്കിൽ ശ്രുതിയുടെ കാര്യം പോക്ക് കേസ് തന്നെയാണ്. ഇതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയും സുതിയും ഷോറൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ പാർക്ക് മേറ്റ് വരികയാണ് കേട്ടോ. പാർക്ക് മേറ്റ് വന്നിട്ട് സുതിയുടെ ഷോറൂം എന്തോ കുറച്ചും കൂടെ എന്തൊക്കെയോ നല്ല രീതിയിലാകാൻ വേണ്ടി ഏതോ ഒരു ഡീലറിനെ കണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതായത് നമ്മുടെ പാർക്കുമേറ്റ് വന്ന ഉടനെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പാർക്കുമേറ്റ് പറഞ്ഞു, ഇതെന്തുവാടാ, നീ ഇതെന്താ ഈ കാണിക്കുന്നതല്ല, ഒരു ചായ കുടിക്കുന്നോ എന്തുണ്ട് വിശേഷം ഒന്നും ചോദിക്കാതെ നീ എങ്ങോട്ടേക്കാ ഈ കയറുന്നത്? നീ ബിസിനസിന്റെ കാര്യം മാത്രമാണോടാ? നീ എന്റെ ഫ്രണ്ട് അല്ലേടാ? അത് പിന്നെ ഞാൻ ഭയങ്കര കഷ്ടത്തിലാ. നീ പറഞ്ഞ കാര്യം പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം. അല്ല നീ പറ, ഡീലർമാരെ തേടുന്നുണ്ടോ അവര്? അല്ല എന്റെ പേര് പറഞ്ഞോ? എന്താടാ സംഭവം, പറയടാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്ക് ആ ലീഡർഷിപ്പ് എടുത്താൽ കൊള്ളാന്നുണ്ട്. എന്റെ കാര്യം ആ കമ്പനിയായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇയാളോടൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി, ഈ ഡീലർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിലേ കയ്യിൽ നല്ല ക്യാഷ് വേണ്ടേ? ആ ക്യാഷ് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും? ആദ്യം അവർക്ക് നല്ല ക്യാഷ് കൊടുക്കണ്ടേ? നമ്മളെ കയ്യിൽ അതിന് മാത്രം ക്യാഷ് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്റെ പൊന്നു ശ്രുതി, ഇവർക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം, അത് മാത്രമേ അയാൾക്ക് നിർബന്ധമുള്ളൂ. നമുക്ക് ഹാർഡ് വർക്ക് എന്തോരം വേണമെങ്കിലും ചെയ്യാലോ ശ്രുതി. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതൊക്കെ ശരിയാണ്, എങ്കിലും ക്യാഷ് വേണ്ടല്ലേ? എന്നാ പിന്നെ ഇത് നമുക്ക് കിട്ടാൻ നന്നായിരിക്കും. അല്ല ശ്രുതി ഹാർഡ് വർക്ക് ചെയ്താൽ മതി. അതാ ശ്രുതി ഞാൻ പറഞ്ഞത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ പാർക്ക്മേറ്റ് പറഞ്ഞു, അതെ ഞാന് നിന്നെ കുറിച്ച് സംസാരിച്ചു. അവര് നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി, എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി അവരൊന്ന് തിരക്കി. കുടുംബത്തിലുള്ളവർ സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം, റിച്ച് ആയിരിക്കണം. അവര് എല്ലാം നോക്കും, എല്ലാം അന്വേഷിക്കും. അത് പിന്നെ എന്റെ അച്ഛൻ വെറും ഒരു റിട്ടയർഡ് ഡ്രൈവർ, ഒരനിയനുള്ളത് കാർ ഡ്രൈവർ, ഒരനിയനോ ഹോട്ടലില് ജോലി, പാചകക്കാരൻ. ഫാമിലിയില് ഇപ്പൊ എനിക്ക് മാത്രമേ സ്റ്റാറ്റസ് ഉള്ളൂ, വേറെ ആർക്കും സ്റ്റാറ്റസ് ഇല്ല. കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്റ്റാറ്റസ് വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈ ഡീലർഷിപ്പ് കിട്ടത്തില്ലല്ലേ? ഓ കോപ്പ്, ഇനി എന്താ ചെയ്യുന്നത്? കുടുംബം മാറ്റാൻ പറ്റത്തില്ലല്ലോ. നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്നൊന്നും അവരിവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. വേറെ രീതിയിലാണ് അത് ഡീൽ ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ നിന്റെ കുടുംബം വളരെ റിച്ച് ആണെന്ന് പറഞ്ഞു, നിനക്ക് 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ സത്യമാ. പിന്നെ നിന്റെ അനിയൻ സച്ചിക്ക് സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സച്ചിക്ക് ട്രാവൽ ഏജൻസിയോ? എന്താ എന്റെ പൊന്നു മോനെ നീ പറയുന്നത്? അവന് ട്രാവൽ ഏജൻസി, എനിക്ക് ചിരി വരിക. അങ്ങനെയൊക്കെ പറഞ്ഞതാ. നിന്റെ അനിയന് സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ തട്ടുവിട്ടു. എന്റെ ബ്രോ, എന്തിനാണ് ഇങ്ങനത്തെ പെരുങ്കള്ളമൊക്കെ ചെന്ന് പറഞ്ഞത്? കള്ളം മാത്രം പറയുന്ന നീ തന്നെ എന്നോട് ഇതൊക്കെ ചോദിക്കണം കേട്ടോടാ സുധി. ഏതായാലും ഞാൻ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതൊരു സാധാരണ കള്ളമല്ല, സത്യം കാണോ അറിഞ്ഞാല് അവരിതൊന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ബിസിനസ്സിൽ ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണെന്ന്. എന്നാലും ഇത്രയും വലിയ കള്ളം. എടാ നീയേ പെരുങ്കള്ളനാന്ന് എനിക്കറിയാം, ഇതൊന്നും ഒരു കള്ളമല്ല. അല്ല, ഒന്നാമത് എന്റെ ഭാര്യയ്ക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല എന്ന്. നമ്മുടെ ശ്രുതി ഇത് കേട്ടത് തലയൊക്കെ ഒന്ന് കുനിച്ചു കേട്ടോ. ഏതായാലും കള്ളം പറയാത്ത ടീമാണല്ലോ നമ്മുടെ ശ്രുതി.
അപ്പൊ നമ്മുടെ പാർക്ക്മേറ്റ് പറഞ്ഞു, അതെ, ബിസിനസ്സിൽ കൂടുതൽ സത്യസന്ധത കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാനൊന്നും പറ്റത്തില്ല. അത് ശരിയാണ്, ചെറിയൊരു കള്ളം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്റെ പൊന്നു ശ്രുതി എന്ന് ശ്രുതിയും പറഞ്ഞു. അപ്പൊ പാർക്ക്മേറ്റ് പറഞ്ഞു, അത് ശരിയാ, ഞാൻ പറഞ്ഞില്ലേ, കള്ളം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ കള്ളം പറയാൻ എളുപ്പമാ, പിന്നെ ജീവിതകാലം മുഴുവൻ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ശ്രുതി. ഇത് കേട്ടതും നമ്മുടെ പാറക്മേറ്റ് പറഞ്ഞു, അല്ല, വളരെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. അല്ല, കള്ളം പറഞ്ഞ് പെട്ടുപോയ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതൊക്കെ പോട്ടെ ബ്രോ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അവര് ഡീലർഷിപ്പ് തരാന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. അഭിലാഷ് മേനോൻ എന്ന ഓണറിന്റെ പേര്, അദ്ദേഹം ഇപ്പൊ കേരളത്തിലുണ്ടേ. അദ്ദേഹത്തിനെ വിളിച്ച് നമുക്ക് നല്ലൊരു പാർട്ടി കൊടുക്കണം. ആ പാർട്ടിയിൽ നിന്നോട് അയാൾക്ക് മതിപ്പ് തോന്നിയാൽ ഉറപ്പായിട്ടും ഡീലർഷിപ്പ് കിട്ടും, നീ പേടിക്കാനൊന്നുമില്ല. ആണോ? അയ്യോ, ഈ പാർട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് ശരിക്കും ക്യാഷ് ചെലവാകുന്ന പരിപാടിയല്ലേടാ. ചൂണ്ടയിലെ ചെറിയ മീനെ കൊളുത്തിയാണ് വലിയ മീനെ പിടിക്കുന്നത്, നിനക്കതറിയാലോ. എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടി കൊടുക്കണം. അല്ലെങ്കിലേ അദ്ദേഹത്തിനെ ആരെങ്കിലും ജാക്കറ്റ് പിടിക്കും, പിന്നെ നമുക്ക് കിട്ടത്തില്ല. അഭിലാഷ് സാറിനെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. അതുപോലെ നിനക്ക് അപ്പൊ ഉറപ്പായി ഈ ഡീലർഷിപ്പ് നമ്മൾ നേടണം. നമ്മൾ നേടും ബ്രോ, നമ്മൾ നേടും. സിസ്റ്ററെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ പോവാണ്, ധൈര്യമായിട്ടിരിക്കണം ബ്രോ, ധൈര്യമായിട്ടിരിക്കണം, ഞാൻ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർക്ക്മേറ്റ് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ, ആനന്ദ് പറഞ്ഞത് ശരിയാ, ബിസിനസ്സിൽ മുന്നേറണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, പാർട്ടി കൊടുത്തേ പറ്റൂ ശ്രുതി, പാർട്ടി കൊടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരികയല്ലേ, അതിന്റെ പാർട്ടി ഉണ്ടല്ലോ, നമുക്ക് അതിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. നീ എന്ത് പറയുന്നു, കൊള്ളാമോ? ആ, നല്ല ഐഡിയ, നല്ല ഐഡിയ, സൂപ്പർ ഐഡിയ. ഒരു ചെലവില് 2 പാർട്ടി, അടിപൊളി, നമ്മൾ തകർക്കും സുധി, നമ്മൾ തകർക്കും. എന്ത് ഐഡിയ കയറി വന്നത്. എന്നിട്ടേ നമുക്ക് കുറെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ മുമ്പില് പാർട്ടി നമുക്കങ്ങ് കളറാക്കണം. അല്ല, വെഡിങ് ആനിവേഴ്സറി പാർട്ടിയിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. അല്ല, പക്ഷേ ഈ സച്ചിനൊക്കെ കണ്ടാലേ ട്രാവൽ ഏജൻസി ഉടമയാണ്, 50 കാറിന് ഉടമയാണ് എന്നൊന്നും തോന്നത്തില്ല. പിന്നെ രേവതിക്കും വലിയ ലക്ഷറി ലുക്കൊന്നുമില്ല. അതുപോലെ തന്നെ ശ്രീകാന്തും ക്യാഷ് ഉണ്ടെങ്കിലും വലിയ ക്യാഷുകാരിയുടെ ലുക്കൊന്നും വർഷയ്ക്കുമില്ല. ഇവർക്കൊക്കെ ആ ലുക്ക് ഉണ്ടാക്കി എടുക്കണ്ടേ? ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞതാണെന്ന് അഭിലാഷ് സാറിന് മനസ്സിലാവില്ലേ? അത് ശരിയാണല്ലോ, ഇവരെയൊക്കെ പരിചയപ്പെടുമ്പം ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യൂലോ. അത് ശരിയാ. സച്ചി വെറും കാർ ഡ്രൈവർ ആണെന്നും ശ്രീകാന്ത് ഹോട്ടലിലെ വെറും പാചകക്കാരനാണെന്നൊക്കെ അറിഞ്ഞാല് എനിക്ക് ഡീലർഷിപ്പ് കിട്ടത്തില്ല ശ്രുതി, കിട്ടത്തില്ല. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി എടുക്കണം ശ്രുതി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട് ശ്രുതി, നല്ല ഒന്നൊന്നര ഐഡിയ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, എന്താ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നത്. അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. എന്തൊക്കെയോ വലിയ പ്ലാനും പദ്ധതിയൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇവരെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം നമ്മുടെ സച്ചിനെ, രേവതിനെയും ശ്രീകാന്തിനെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കുക, അതായത് പുതിയ മോഡേൺ ലുക്കിലൊക്കെ ആക്കി എടുക്കുക. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്നാ പിന്നെ ഓക്കെ, വലിയൊരു ഹോട്ടലിൽ നമ്മൾ വലിയൊരു ഗംഭീര പാർട്ടി നടത്തുന്നു, അഭിലാഷ് സാറിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, ഡീലർഷിപ്പ് നമുക്ക് കിട്ടുന്നു, അടിപൊളി ശ്രുതി, അടിപൊളി എന്ന്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല, ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, പാർട്ടിയില് അവൻ മൂക്കറ്റം കുടിക്കും, അത് ഉറപ്പാ. മദ്യം മുന്നിൽ കണ്ടാൽ അവൻ കുടിക്കും. ആ സമയത്ത് അവന്റെ ഫോൺ എടുക്കാം, അതിലുള്ള വീഡിയോ ആന്റണിക്ക് അയച്ചും കൊടുക്കാം, അത് തന്നെയാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനിൽ ചന്ദ്രോദയത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് ചന്ദ്രോദയത്തെ എല്ലാവരോടും, സച്ചി, ശ്രീകാന്ത്, രവീന്ദ്രൻ, ചന്ദ്ര, ശ്രുതി, വർഷ, എല്ലാവരും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിക്കുകയാണല്ലേ, നീ ഇത് കുറെ നേരം ആയല്ലോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്, എന്ത് പറയാനാ നീ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കും. ഇപ്പൊ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പൊ രവീന്ദ്രൻ, നിക്കടാ, നീ എന്താടാ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിട്ട് പൊട്ടം കളിപ്പിക്കുന്നു, ക്ഷമയ്ക്കൊരു അതിരില്ലേ, കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയുന്നുണ്ടോടാ? ഇവൻ കടം ചോദിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വച്ചാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയും, ഓ, അതൊന്നും അല്ല, കടം ചോദിക്കാൻ ആണെങ്കിലേ എപ്പോഴേ ചോദിച്ചേനെ, അതിന് നമ്മുടെ ശ്രുതി കേട്ടത് നാണവോ മാനവോ ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അതെ, ഇപ്പൊ ശ്രുതിക്ക് ആരോടും കടം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, അപ്പം ഏട്ടൻ പഴയതുപോലെ ഓടുവാണോ ചെയ്യുന്നത്? എടാ, മിണ്ടാതിരിക്കടാ എന്ന് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, മുതലാളി ഒന്ന് വിഷയം പറഞ്ഞു തീർക്കുന്നീ. വെയിറ്റ്. അതെ അച്ഛാ, പറയടാ, ഈ വിഷയം ഞാനിപ്പൊ പറയണമെങ്കിൽ അച്ഛൻ എണീറ്റ് മാറിയിരിക്കണം.
ഞാൻ എന്നിട്ട് മാറിയിരിക്കണമെന്നോ? അല്ല, എനിക്ക് ഒന്ന് ഇവിടെ ഇരിക്കാനാ. ഓ, നിനക്ക് ഇവിടെ ഇരിക്കാനോ? അല്ല, ഇവിടെ വേറെ കസേര വേറെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ കയറി ഇരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും, ഒന്ന് എണീറ്റ് കൊടുക്ക്, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ എണീറ്റു. അപ്പൊ സൂതി രവീന്ദ്രന്റെ സീറ്റെ കയറി അങ്ങോട്ട് ഇരുന്ന് കാലുമേ കാലൊക്കെ കയറ്റി വെച്ചു. ഭാടയപ്പ എന്നിങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് അതങ്ങ് വിട്ടു കേട്ടോ. കാലൊക്കെ പതുക്കി ഇങ്ങ് താത്തി. അതെ, ഞാൻ പറഞ്ഞു വന്നത് നാളെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെന്താണെന്ന് അച്ഛനൊന്ന് പറഞ്ഞേ. ഓ, ആർക്കറിയാം, എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ സുധി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ? ഏയ്, അല്ലല്ലല്ല. അപ്പൊ നീ പുതിയ ഷോറൂം തുടങ്ങാൻ അഡ്വാൻസ് കൊടുത്തോ എന്ന് ചന്ദ്ര. ഹാ, അപ്പൊ ഇവിടെ ആർക്കും അറിയില്ലല്ലേ കാര്യം. ഞാൻ പറയാം. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, വേണ്ട, ഞാൻ പറയാം. ദേ, നമ്മുടെ മുതലാളി ഷോറൂം ആരംഭിച്ചിട്ട് നാളേക്ക് 100 ദിവസമായി. അതായിരിക്കും അല്ലേ? ഓ, ശ്രുതി, നാളേക്ക് 100 ദിവസം ആവുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എന്നാ തോന്നുന്നത്. ഓ, ശോ, ഞാൻ അതങ്ങോട്ട് മറന്നുപോയി, വിട്ടുപോയി. അപ്പൊ രവീന്ദ്രൻ മറന്നുപോയത്ര. സച്ചിക്ക് ഓർമ്മയുണ്ട്, അവന് ഓർമ്മയില്ല. നീ എന്തൊരു മുതലാളിയാടാ, നീ എന്തിനാടാ ഷോറൂം ഓണർ ആയത്? അത് പിന്നെ മറന്നുപോയച്ച. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവർക്ക് ഓർമ്മ വരും, ഇവന്റെ ഭാര്യയ്ക്ക് ഇത് തന്നെയല്ലേ ജോലി. ഓ, നിന്റെ ജോലിയാ ചന്ദ്ര അത്. അതിന് നിന്നെ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആളുള്ളൂ എന്ന് നമ്മുടെ രവീന്ദ്രൻ. അപ്പം ചന്ദ്രൻ അങ്ങോട്ട് തല കുനിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു കേട്ടോ. ഈ സമയത്ത് സച്ചു പറഞ്ഞു, അമ്മേ, എന്തിനാ അമ്മേ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല. അദ്ദേഹത്തിന് ഓർമ്മയുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അത് ഇതിന് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ പറഞ്ഞതുപോലെ അത് അമ്മയുടെ ജോലി തന്നെയാ. ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഞാൻ സച്ചിയേട്ടനും എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ നോക്കലാണല്ലോ അമ്മയുടെ പണി. ഓ, ഇവിടെ അഹങ്കാരം പറയുന്നത് കേട്ടില്ല രവിയേട്ടാ. അല്ല, നീയല്ലേ തുടങ്ങി വെച്ചത് ചന്ദ്രേ, അപ്പൊ പിന്നെ നീ അങ്ങ് കേക്ക്. സുധി, അതൊക്കെ പോട്ടെ, നീ കാര്യം പറ. അത് പിന്നെ അച്ഛാ, നമ്മുടെ കട ആരംഭിച്ച് 100 ദിവസമായി എന്നൊക്കെയല്ലേ പറയുന്നത്. അതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ നമുക്ക് അത് ഇതിന്റെ കൂടെ ചേർക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ, മറന്നുപോയല്ലേ? ഓ, വലിയ കഷ്ടമായി പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനല്ല, രേവതി പറഞ്ഞു, നാളെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു സച്ചേട്ടാ. ഓഹോ, നാളെ നിങ്ങൾ രണ്ടുപേരും ഒന്നായ ദിവസമാണോ? അത് കൊള്ളാലോ. ആഹാ, എന്റെ പൊന്ന് സുധി, അപ്പൊ നിന്റെ വെഡിങ് ആനിവേഴ്സറിയാ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത്, ശരിയാണല്ലോ, നാളെയാ വെഡിങ് ആനിവേഴ്സറി, ഞാൻ അതങ്ങ് മറന്നുപോയല്ലോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ശരിയാണല്ലോ, നാളെ വെഡിങ് ആനിവേഴ്സറിയോ? ഞാനും മറന്നു, കണ്ണടച്ച് തുറക്കുന്ന പോലെ കഴിഞ്ഞു പോയില്ലേ ഈ സമയങ്ങളൊക്കെ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അതെ, കണ്ണടച്ച് തുറക്കുന്ന പോലെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോവും, അതൊക്കെ ശരിയാണ്. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, എന്റെ പൊന്നു സച്ചി, ഞങ്ങള് നല്ല സന്തോഷത്തില്, നീ ആയിട്ട് ഓരോന്ന് പറഞ്ഞത് നശിപ്പിക്കാതെ. ഞാൻ കാര്യം പറയാൻ പോവാ, നിങ്ങളെല്ലാരും കേൾക്കണം. അച്ഛാ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വളരെ വലിയ രീതിയിൽ ആഘോഷിക്കണം. അതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. അതുകൊണ്ട് വലിയൊരു സ്റ്റാർ ഹോട്ടലിലെ ഫംഗ്ഷൻ വെക്കാന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ടത് ചന്ദ്ര, കൊള്ളാലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. പറയുമല്ല, ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് കണ്ണൊക്കെ ഇങ്ങനെ തള്ളണം. രവീന്ദ്രനാണെങ്കിൽ, എടാ, സ്റ്റാർ ഹോട്ടലിലൊക്കെ എന്തിനാണ് കൊണ്ടുവയ്ക്കുന്നത്? അതിന് വലിയ ക്യാഷ് ആവില്ലേ? ക്യാഷൊക്കെ ആകും. അല്ല, സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ചല്ലേ നടന്നത്? അത് പിന്നെ റോഡിൽ വെച്ച് നടത്താമല്ലോ. എന്റെ പൊന്നച്ഛ, ഒന്ന് മിണ്ടാതിരിക്കുക. അതെ, സച്ചി ഞാനും ഒരുപോലെയാണോ? അവരുടെ വരുമാനം വെച്ച് വീട്ടിൽ നടത്താൻ പറ്റത്തുള്ളൂ. എന്റെ സ്റ്റാറ്റസും എന്റെ ഭാര്യയുടെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർ ഹോട്ടലിൽ തന്നെ നടത്തണം. എന്നിട്ട് നമ്മുടെ സുധി കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ്, ഇതൊരു പാർട്ടി മാത്രമല്ല, ഇതൊരു ബിസിനസ് പാർട്ടിയും കൂടെയാണെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും വർഷ, അപ്പൊ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല, ഇപ്പൊ ഇതൊരു ബിസിനസ് മീറ്റിംഗും കൂടെയാണല്ലേ? അതെ വർഷ, ഇതൊരു ബിസിനസ് മീറ്റിംഗും ഞങ്ങളുടെ ബിസിനസ് വളരാനും ഉള്ളൊരു സാഹചര്യം ഒക്കെ ഒരുക്കുന്നതാണ്. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോ സച്ചു പറഞ്ഞു, ഓ, സഹകരണം, അത് നിങ്ങൾക്ക് വേണോ? അല്ല, ഞങ്ങളൊക്കെ സഹകരിച്ചാൽ അത് നിങ്ങളുടെ സ്റ്റാറ്റസിന് പ്രശ്നമാവില്ലേ എന്റെ സോപ്പൊന്നു പൗഡർ ഇടത്തി? അങ്കിളെ, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അങ്കിളെ, അങ്കിൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി, വലിയ ബിസിനസ്സുകാരൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, അവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, പാർട്ടി വലുതാക്കട്ടെ. അച്ഛന് കാര്യം മനസ്സിലായി, എന്നിട്ട് ആ മണഗുണാച്ചന് കാര്യം മനസ്സിലായില്ലെന്ന് നമ്മുടെ സുധി സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും പാർട്ടിയൊക്കെ നടത്താൻ തീരുമാനിച്ചല്ലോ, ഏത് ഹോട്ടലിൽ വെച്ച് നടത്താന്നാ പറയുന്നത്? അത് നമ്മുടെ റോയൽ ഇന്റർനാഷണൽ വെച്ച്. ഞാൻ അച്ഛന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്തു തരാം. എങ്ങനെ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സുധീനൊന്ന് നോക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷത്തിനായിട്ട് ടാറ്റാ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.